ഈ സെലയിൽ ഈ ഇളക്കി മറിച്ച് കുലുക്കി ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾക്ക് ഉണ്ടാക്കണോ എന്നത് കണ്ടോളി. നാട്ടുമ്പുറത്ത് അങ്ങാടിയിലൊക്കെ കിട്ടുന്ന മുറുക്കില്ല ആ സാധനം ചെറുത് വാങ്ങും. ഈ ബേക്കറിയിൽ നിങ്ങൾ മുറുക്ക് വാങ്ങുമ്പോൾ അതിന്റെ സൈഡിലൊക്കെ ഉണ്ടാവും കാരക്ക ഇങ്ങനെ വരിക്കച്ചാണ് മുന്തിയ കാരക്ക ഇങ്ങനെ അതിന്റെ ഇടയിൽ ഉണ്ടാവും ലോക്കൽ കാരക്ക അത് നിർത്തോളി. നാല് ഇന്ന സഹായിക്കാൻ വേണ്ടി 2ലും 3ലും പഠിക്കുന്ന അനുഫൂനെയും റയ്യാനെയാണ് നമ്മൾ വിളിച്ചത്. ഓല് രണ്ടാളും കുടിക്കാണ്ട് ഒരു പാത്രം എത്താണ്ട് ഇതിലേക്ക് ഈത്തപ്പഴം പൊട്ടിച്ചിട്ടാണ് വെള്ളം പാർന്ന് കുതിർത്ത് ഇങ്ങോട്ട് അതിന്റെ കുരുക്കെ കളഞ്ഞാണ്ട് മിക്സിനെ ചാക്കാൻ 2-3 സ്പൂൺ മുളകും പൊടിയും കളറിന് വേണ്ടി കാശ്മീരി ചില്ലി 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ആവശ്യത്തിനുള്ള ഉപ്പും സുർക്കൊക്കെ ഒഴിച്ചാണ് ചെക്കന്മാരാണ് പറഞ്ഞേച്ച് അത് ഗ്രൈൻഡ് ചെയ്യാൻ. ഇനിയാണ് നമ്മളെ പരിപാടി ആരംഭിക്കുക. റെയ്മോന് ഷെയ്മോന്റെ മടിയുള്ള പാത്രത്തിലേക്ക് ചക്ലി പൊട്ടി അൻഫുന്റെ കൈമല് പാത്രം കൊടുത്തോണ്ട് റെയ്മോൻ അതിലേക്ക് നമ്മളെ അരച്ച അരപ്പ് കൊട്ടി ഒഴിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞായറാഴ്ച വിൽക്കുന്ന സ്കൂളിൽ എങ്ങോട്ട് നോക്കിയാൽ നുസ്രത്തിനെ പോലെ വെട്ടിക്കുന്ന കോലത്തിലാണ് ഓന് പ്രസന്റ് ചെയ്യുന്നത്. ആ ഈത്ത പാക്കറ്റ് ഉണ്ടാക്കിയ പേസ്റ്റും പിന്നെ കുറച്ച് മല്ലിന്റെ ഇലൊക്കെ കട്ട് ചെയ്ത് കണ്ട് ആ പാത്രത്തിൽ കിട്ടാണ്ട് അടച്ച് വെച്ചിക്കാണ്ട് ഇങ്ങനെ കുലിക്കുക. ആ ചെക്കനൊക്കെ കണ്ടില്ല ചാടി ചാടി കുലിക്കണേ. ഞാനും കണ്ടില്ല ഇളക്കി മറിച്ച് ഇറ്റപ്പാക്കണേ. എന്താ ഇത് ഉണ്ടായത്? ആ മൂടാൻ തുറന്നപ്പോ കണ്ടിരിക്കമ്മ ചൊറുക്ക് സാധനം. ഇതാണ് നമ്മളെ കാസർഗോഡൊക്കെ ടെൻഡായി നടക്കുന്ന സാധനം. എന്ത് ചക്കിളി. നമ്മളെ ചെക്കന്മാർക്ക് തട്ടിലിട്ട് കൊടുക്കാൻ ടൈമേ കണ്ടിട്ടുള്ളൂ. എല്ലാരും നുള്ളി പൊറുക്കി തിന്നണ്ടില്ലേ. ഓല് പറഞ്ഞിട്ടില്ല അടിപൊളിയാണ്. അപ്പുറത്ത് നമ്മളെ അമ്മോന്റെ വീട്ടില് പണിക്കാരുണ്ടേനി ടൈലിന്റെ പണിക്കാർ ഓൽക്കും കൊടുത്തു. ഓല് പറഞ്ഞ് കിടിലാണ്. തെക്കുന്ന് വടക്ക് കയറോ കാറ്റ് വീശിനുണ്ട് നമ്മളെ ചക്കിളിന്റെ സ്മെല്ലും കൊണ്ട്. അമ്മോന്റെ മക്കളും എല്ലാരും വല്യമ്മയും വന്ന് വല്യമാക്കും കൊടുത്ത് വല്യമ്മ അടിപൊളിയാണ്. കത്തുപാട്ടിനെ പോലെ ഇതൊന്നും ട്രെൻഡാക്കി പിടിച്ചോക്കി അടിപൊളിയാണേ.